ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിലാണ് പുതിയ സീസൺ ആരംഭിച്ചിരിക്കുന്നത്. സീസൺ തുടങ്ങി വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പ്രേക്ഷകർക്ക് മത്സരാർത്ഥികളെ ആരെയും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അവരോട് ആർക്കും ഒരു കണക്ഷനും ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ പലരും വർത്തമാനം പറയുന്നുണ്ട്. അവർക്കൊന്നും കൈഡിയില്ലെങ്കിലും ഏറ്റവും കൂടുതൽ കൈഡി കിട്ടുന്നത് അവതാരകൻ മോഹൻലാലിന് തന്നെയാണ്. മോഹൻലാലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പ്രശംസിച്ചുകൊണ്ട് എത്തുന്നത്. മോഹൻലാലിന്റെ എപ്പിസോഡുകൾ കൂടുതൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ എത്തുന്നതുമുണ്ട്. എന്നും റോസ്റ്റിംഗ് ആണല്ലോ മോഹൻലാലിന്റെ വക മത്സരാർത്ഥികൾക്ക്. അത് കാണാനാണ് ഇപ്പോൾ താല്പര്യം. എന്തായാലും മോഹൻലാലിന്റെ ലുക്കും ഡ്രസ്സിംഗ് സ്റ്റൈലും ഒക്കെ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മോഹൻലാലിന്റെ ബിഗ് ബോസിലെ പ്രതിഫലത്തെ പറ്റിയുള്ള വലിയ ചർച്ചകൾ നടക്കുന്നതുമുണ്ട്. കാരണം പല ഭാഷകളിലും പല ബിഗ് ബോസ് ഷോകളും നടക്കുന്നുണ്ടല്ലോ. അവിടെയുള്ള വമ്പൻ താരങ്ങൾ മേടിക്കുന്ന പ്രതിഫലം കേട്ടാൽ നമ്മൾ ഞെട്ടുക തന്നെ ചെയ്യും. അപ്പോൾ മോഹൻലാലിന് എത്ര കിട്ടുന്നുണ്ടാകും? ഇതിനോടകം തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ടെലിവിഷൻ ഷോയായി ബിഗ് ബോസ് മാറിക്കഴിഞ്ഞു. 2006 ഹിന്ദിയിലായിരുന്നു ബിഗ് ബോസ് എത്തുന്നത്. ഇന്ന് കന്നഡ, തമിഴ്, തെലുങ്ക്, മറാഠി, മലയാളം തുടങ്ങി നിരവധി വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ഷോയുണ്ട്. സൽമാൻ ഖാൻ, നാഗാർജുന, കമൽഹാസൻ, മോഹൻലാൽ, കിച്ച സുദീപ് എന്നിങ്ങനെ ഓരോ സംസ്ഥാനത്തെ സൂപ്പർ താരങ്ങൾ അതാത് ഭാഷയിലെ ബിഗ് ബോസ് അവതാരകരായി എത്തുന്നു. ബിഗ് ബോസ് ആരാധകർക്കിടയിൽ എന്നും ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യമാണ് അവതാരകരായിട്ടുള്ള താരങ്ങൾക്ക് എത്ര രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് എന്നുള്ള കാര്യം. സൽമാൻ ഖാൻ, കമൽഹാസൻ, മോഹൻലാൽ എന്നിവരൊക്കെ വലിയ തോതിൽ പ്രതിഫലം വാങ്ങുന്നുവെന്നാണ് അഭിയോഗം. ഇവിടെ ഇതാ ഓരോ ഭാഷയിലെയും സൂപ്പർ താരങ്ങൾ എത്ര രൂപയാണ് ബിഗ് ബോസ് ഷോ നയിക്കുന്നതിന് പ്രതിഫലമായി സ്വീകരിക്കുന്നത് എന്ന് പരിശോധിക്കുകയാണ്. വിവിധ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുള്ള ഈ കണക്കുകൾ ഔദ്യോഗികമായി വന്നിട്ടുള്ളതുമല്ല. അങ്ങനെ ഉറപ്പിക്കാനും കഴിയില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഊഹാപോഹങ്ങളും വിലയിരുത്തലുകളും മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. എന്നാലും ഏകദേശ കണക്കുകൾ പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്താറുമുണ്ട്. അങ്ങനെയുള്ള വിവിധ റിപ്പോർട്ടുകളിൽ നിന്നും ഇവർക്കൊക്കെ എത്ര രൂപ വെച്ച് കിട്ടുന്നു എന്നതാണ് കൗതുകരമായി നോക്കിക്കാണുന്നത്. 13 സീസണുകളിലായി ഹിന്ദിയിൽ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്ത താരമാണ് സൽമാൻ ഖാൻ. അവതാരകനായി എത്തുന്നതിന് നിർമ്മാതാക്കളിൽ നിന്നും 1000 കോടി രൂപ സൽമാൻ ഈടാക്കിയതായാണ് അഭ്യൂഹങ്ങൾ പുറത്തുവരുന്നത്. ഈ ആരോപണങ്ങൾ അദ്ദേഹം തന്നെ നിഷേധിക്കുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ ആഴ്ചയിൽ 12 കോടി രൂപയാണ് താരത്തിന് പ്രതിഫലം ലഭിക്കുന്നത് എന്നും പിന്നീട് ഒരു എപ്പിസോഡിന് 25 കോടി രൂപയായി പ്രതിഫലം വർദ്ധിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് 16ന്റെ ഒരു എപ്പിസോഡിന് 43 കോടി രൂപ താരത്തിന് പ്രതിഫലം ലഭിച്ചതായും സൂചനയുണ്ട്. ഹിന്ദി ഷോയുടെ വിജയത്തിന് ശേഷം ബിഗ് ബോസിന്റെ കന്നഡ പതിപ്പ് 2013 ആരംഭിക്കുന്നത്. കിച്ച സുദീപാണ് എല്ലാ സീസണിലും അവതാരകനായി എത്തിയത്. 2015 കളേഴ്സ് ചാനലുമായി താരം കരാർ ഒപ്പിട്ടപ്പോൾ അടുത്ത 5 വർഷത്തേക്ക് മൊത്തം 20 കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ ഫീസ്. ഇതോടെ നടന്റെ ഫീസും സൽമാന്റെ ഫീസും താരത്തിന്റെ ആരാധകർ താരതമ്യം ചെയ്യുകയും ചെയ്തിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ സീസണിൽ താരത്തിന് ഫീസിൽ വലിയ വർധനവ് ഉണ്ടായി. സൽമാൻ ഖാനെ പോലെ തന്നെ അവതാരണത്തിൽ വളരെ കർക്കശ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ് കമൽഹാസൻ. നിശിതമായ വിമർശനങ്ങൾ അദ്ദേഹത്തിൽ നിന്നും മത്സരാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം 130 കോടി രൂപയാണ് ഒരു സീസണിൽ ആകെ പ്രതിഫലമായി താരം കോട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ്. കഴിഞ്ഞ വർഷം കമൽഹാസൻ ഷോയിൽ നിന്നും പുറത്തു പോകുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം തന്നെയാണ് അവതാരകനായി തുടരുന്നതും. റിപ്പോർട്ടുകൾ പ്രകാരം ടോളിവുഡ് സൂപ്പർ സ്റ്റാറിന് ഒരു എപ്പിസോഡിൽ 12 ലക്ഷം രൂപയാണ് പ്രതിഫലമായി ലഭിച്ചത്. നാഗാർജുന ഇത്രയും വാങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതായത് ഒരു സീസണിൽ 12 കോടിയിലേറെ രൂപ. ഫ്രാഞ്ചൈസിയുടെ 6ാം സീസണിൽ അവതാരകനായി നടനെ 15 കോടി രൂപ പ്രതിഫലം ലഭിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ബിഗ് ബോസ് ഷോയുടെ മലയാളം പതിപ്പ് 2018 ആരംഭിക്കുകയും അതിവേഗം ജനപ്രീതി നേടുകയും ചെയ്തു. ഷോയുടെ തുടക്കം മുതൽ തന്നെ മോഹൻലാൽ അവതാരകനായി തുടരുകയാണ്. തുടക്കത്തിൽ ഒരു സീസണിൽ താരത്തിന് പ്രതിഫലമായി ലഭിച്ചത് 12 കോടി രൂപയാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സമീപകാല സീസണിലെ പ്രതിഫലം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഒരു എപ്പിസോഡിന് 70 ലക്ഷം രൂപ ലഭിച്ച ഷോയുടെ അവസാന സീസണിന്റെ അതേ നിരക്കിലായിരിക്കും പുതിയ സീസണിലെയും താരത്തിന്റെ പ്രതിഫലം എന്നാണ് സൂചനകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ 70 കോടിയോളം രൂപ താരത്തിന് പ്രതിഫലമായി ലഭിക്കും എന്നാണ് പറയാൻ കഴിയുക. ഇങ്ങനെയാണ് ചില പ്രതിഫല കണക്കുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഒന്നുമല്ല എങ്കിലും സൂചനകളും മറ്റ് ഇൻഡസ്ട്രിയിലെ റിപ്പോർട്ടുകളും ഒക്കെ വെച്ച് അവർ പറയുന്നത് ഇങ്ങനെയാണ്.